നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, കൈഫ തുഇമു വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. എങ്ങനെയാണ് ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക സ്വഹാബ? എങ്ങനെയാണ് ആസ്വദിച്ചുകൊണ്ട് കുടിനീരിറക്കാൻ കഴിയുക സ്വഹാബ? കാഹളത്തിന്റെ ഭീകരത ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കാൻ, എങ്ങനെ ഈ ദുനിയാവിൽ ആസ്വദിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കും? എങ്ങനെ കുടിനീരിറക്കും? എങ്ങനെ കുടിനീരിറക്കും? എന്താ കാരണം? വസാഹിബുൽ ഖർൻ ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തിന്റെ ഉടമസ്ഥനായ ഇസ്രാഫീലില്ലയോ, ആ ഇസ്രാഫീലിനെ സൃഷ്ടിച്ചത് മുതൽ, സൂറന്ന കാഹളത്തെ പടച്ചത് മുതൽ, ഇസ്രാഫീൽ സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. ഖദിൽ തഖമൽ ഖർനാ. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. വഹവാ ജബഹതഹു വഅസ്ഗാ സമഅഹു ഇലൽ അർശ് മതാ യുഅമറു ബിന്നഫഹാ. അല്ലാഹുവിലേക്ക് തന്റെ കർണപുടത്തെ സാഗൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബ് എപ്പോഴാണ് ഊതാ കൽപ്പിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് നിത്യത്തരം പടച്ചറബിനോടുള്ള വിനയ നിമിത്തമായി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോഴാണ് വരുന്നത് എന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കർണപുടം പരിപൂർണമായി അർശിന്റെ ഉടമസ്ഥനായ പടച്ചറബിലേക്ക് ശ്രദ്ധ ചെലുത്തി സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഊതാൻ റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളേ. ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് കഴിക്കാനും കുടിക്കാനും സാധിക്കുന്നത് എങ്ങനെയാണ് സ്വഹാബ? 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യമാണ്. അഥവാ ആ കാലഘട്ടത്തിലെന്നല്ല, ഇന്നും ഇസ്രാഫീൽ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. എപ്പോഴാണ് പടച്ചറബ് ഊതാൻ പറയുന്നത്, അതിനുവേണ്ടി തയ്യാറായി റെഡിയായി ഇസ്രാഫീൽ അലൈഹിസ്സലാം നിലകൊള്ളുകയാണ്. സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാന കാലഘട്ടം എത്തുമ്പോ മുഅ്മിനീങ്ങളുടെ മേൽ നല്ല കാറ്റിനയച്ച് അവരെല്ലാം മരിപ്പിച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം കടന്നു വരുമ്പോ അവരുടെ മേൽ സൂറന്ന കാഹളത്തിന്റെ ഊത്തൂതാ പറയുകയാണ്. വയൗമ യുൻഫഖു ഫിസ്സൂർ വയൗമ യുൻഫഖു ഫിസ്സൂർ. സൂറന്ന കാഹളത്തിന്റെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഫഫസിഅ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ്. ഈ ദുനിയാവിൽ കള്ളു കുടിച്ചവരെ, ഈ ദുനിയാവിൽ വിചരിച്ചവരെ, ഈ ദുനിയാവിൽ സിനിമ കണ്ടുകൊണ്ട് നടന്നവരെ, സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് നടന്നവരെ, ആളുകൾ രസിച്ചും രമിച്ചും നടന്നവരെ, മുതഅല്ലിമീങ്ങളെ ശ്രദ്ധിക്കാതെ പോയവരെ, ഔലിയാക്കളെ ചീത്ത വിളിച്ചവരെ, മഹത്തുക്കളെ തെറി വിളിച്ചവരെ, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ ജീവിതത്തെ ആറാടി തീർത്തവരെ, ഇതാ സൂറന്ന കാഹളത്തിന്റെ പ്രഥമ ഊത്തങ്ങോട് കടന്നു വരുമ്പോ വകുല്ലുൻ അതോഹു ദാഖിരീൻ. എല്ലാവരും വിനയാന്വിതരായി പടച്ചറബിലേക്ക് തിരിയുകയാണ്. നഫ്സി നഫ്സി, എന്റെ ശരീരമേ, എന്റെ ആത്മാവ് എന്ന് വിലപിച്ചുകൊണ്ട് കടന്നു വരുകയാണ്. ഒരാളുടെയും തൗബ അല്ലാഹു അന്ന് സ്വീകരിക്കുകയില്ല. സക്കറാത്തിന്റെ ഹാൽ വരുമ്പോ തൗബ സ്വീകരിക്കില്ല. സൂറത്ത് തൗബ അല്ലാഹു ഓർമ്മപ്പെടുത്തിയല്ലോ. أعوذ بالله من الشيطان الرجيم. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله غفورا رحيما. وليست التوبة للذين يعملون السيئات
أحدهم الموت قال إني تبت الآن قال إني تبت الآن ولا الذين يموتون وهم كفار. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ആരുടെയാണ് തൗബ സ്വീകരിക്കുക, ആരുടെ തൗബയാണ് അല്ലാഹു കബൂലാക്കുക. ഈ ദുനിയാവിൽ കണ്ടുകുടിച്ചവരെ, ഈ ദുനിയാവിൽ വിചരിച്ചവരെ, ഈ ദുനിയാവിൽ മോശമായ ശൈലിയിൽ അവലംബിച്ച് നടന്നവരെ, പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് മോശമായ ശൈലിയിൽ ഈ ദുനിയാവിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ച് തീർത്തതായ സമൂഹമേ, നീ അല്ലാഹുവിലേക്ക് മരണത്തിന് മുമ്പ് തൗബ ചെയ്താൽ അവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. തെറ്റ് ചെയ്തു അല്ലാഹ് നീ പുറത്തു തരണേ റബ്ബേ. സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടവനാണ്, പാതിരാത്രി സമയത്ത് നെറ്റ് കണക്ഷനോടുകൂടി മൊബൈൽ അശ്ലീലത കണ്ടതായ കണ്ണാണ്, അശ്ലീലത കേട്ടുകളെ തീർത്തതായ കാതുകളാണ്. നീ പുറത്തു തരണേ അല്ലാഹ്. പടച്ച റബ്ബിനോട് നീ പൊറുക്കലിനെ തേടിയാൽ അല്ലാഹു തൗബയെ സ്വീകരിക്കുന്നതാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ, ഈ ലോകത്തിന്റെ പരിപാലകനായ, ഈ ലോകത്തിന്റെ സർവേശ്വരനായ, ഈ ലോകത്തിന്റെ സർവാധിപതിയായ പടച്ച റബ്ബ് നിന്റെ പാപങ്ങളകിലവും പുറക്കാൻ അല്ലാഹു റെഡിയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറക്കാൻ അല്ലാഹു സന്നദ്ധനാണ്. രാത്രിയിൽ അല്ലാഹു സന്നദ്ധനാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യന്റെ പാപം അല്ലാഹു പുറക്കാൻ റെഡിയാണ്. പാതിരാത്രി സമയത്താലേ എല്ലാ തെറ്റുകളും പുറക്കാൻ അല്ലാഹു റെഡിയാണ്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. പകല് തെറ്റ് ചെയ്തവന്റെ പാപം പുറക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. രാത്രിയിൽ തെറ്റ് ചെയ്തവന്റെ പാപം പുറക്കാൻ അല്ലാഹു പകലിലും റെഡിയാണ്. 24 മണിക്കൂറും തൗബയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും മനുഷ്യ, നീ അല്ലാഹുവിനെ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ നടന്ന് നീങ്ങിയവരെ അവസ്ലില്ലദീന യഅമലൂന സയ്യിആത് ഹത്താ ഇദാ ഹളറ അഹദഹുമുൽ മൗത്ത്. ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള സമയമെത്തിയിരിക്കുകയാണ്. അവസാന ശ്വാസം നിലക്കാൻ പോയാണ്. കിംസിൽ നിന്നും മിംസിൽ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഷിഫയിൽ നിന്നുമൊക്കെ നിന്നെ ഇതാ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്ന് നിന്നെ ഇതാ വിടുതൽ ചെയ്തിരിക്കുകയാണ്. വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. കൊണ്ടുപോയിക്കോ, ഇവനെ രക്ഷയില്ല, ഇനി ഒരു രക്ഷയുമില്ല. എല്ലാവരും കൈയൊടിയുന്ന സമയമാണ്. എല്ലാവരും തിരിച്ചു കൊണ്ടുപോകാൻ പറയുകയാണ്. ആ സമയത്ത് ഇതാ ആംബുലൻസിലേക്ക് നിന്റെ മകളെ കയറ്റുകയാണ്, നിന്റെ വാപ്പയെ കയറ്റുകയാണ്, നിന്റെ ഉമ്മയെ കിടത്തുകയാണ്, വീട്ടിൽ കൊണ്ടുവരുകയാണ്, കുളിപ്പിക്കുകയാണ്, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ്. അവസാന ശ്വാസം വരുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയാണ്. നഖങ്ങളെല്ലാം വെട്ടി ശരീരത്തിന്റെ രോമകൂപങ്ങൾ നീക്കി മരിക്കാനുള്ള സമയമാണ്. അവസാന ശ്വാസമാണ്. ആ സമയത്ത് നീ തൗബ ചെയ്യുകയാണ്. ഞാൻ സിനിമകൾ കണ്ടുപോയല്ലോ റബ്ബേ, എന്നെ കണ്ണുകൊണ്ട് മോശമായപ്പെട്ട ഒരുപാട് തലങ്ങളിലേക്ക് ഞാൻ കണ്ടവനാണ്. അന്യ പെണ്ണുമായി മൊബൈലിലൂടെ നെറ്റിലൂടെ കണ്ടുകൊണ്ട് അയ്യമ്മയിലൂടെ ചാറ്റിംഗ് നടത്തിയവളാണ്. നീ പുറത്തു തരണേ നാഥ, നീ പുറത്തു തരണേ അല്ലാ. കള്ളു കുടിച്ചിട്ടുണ്ട് റബ്ബേ, വ്യഭിചരിച്ചിട്ടുണ്ട് അല്ലാ, മോശപ്പെട്ട രീതിയിൽ ലൈംഗികതയെ കൊണ്ടുപോയിട്ടുണ്ട് റബ്ബേ. പാതിരാത്രി സമയത്ത് ആരും അറിയാതെ മൊബൈൽ ഫോണിലൂടെ
ലോകത്തേക്ക് കണ്ണ് നട്ട് ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ട്. അല്ലാ, നീ എനിക്ക് പുറത്തു തരണേ നാഥാ, നീ പുറത്തു തരണേ അല്ലാ. നിന്റെ റൂഹിനെ അസറായിൽ പിടിക്കുന്ന വേളയിൽ മലക്കുൽ മൗത്തും കൂട്ടരും കടന്നു വരുമ്പോ ആ സമയത്ത് നീ ചെയ്യുന്ന തൗബയില്ലയോ, വലൈസത്തി തൗബ, ആ സമയത്തുള്ള നിന്റെ തൗബ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സുബ്ഹാനല്ലാഹ്. അധിക ആളുകളും ആ സമയത്തേക്ക് വേണ്ടി വെച്ചിരിക്കുക. നമ്മളൊക്കെ തൗബ ചെയ്യുന്നുണ്ട്, പക്ഷെ ആ തൗബ ഒന്നും വേണ്ട വിധത്തിലാണോ എന്നൊന്ന് പരിശോധിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പരിശുദ്ധ റമദാനിൽ 27-ാം രാവിൽ പള്ളിയിൽ വന്നിട്ട് ഖതീബ് ഉസ്താദ് ചൊല്ലിത്തരുന്നതായ ആ തൗബയുടെ വചനങ്ങൾ ഏറ്റ് നമ്മൾ ചൊല്ലും. ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയാണ്? ബിരിയാണി വരാറായ 27 പൊതിഞ്ഞു കൊണ്ടുപോകണം. ശ്രദ്ധ വേറെ എവിടെയാണ്? ഇതൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്ത് കരഞ്ഞൊക്കെ ഒപ്പിച്ചങ്ങ് പോകും. ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ പോയിട്ട് പെരുന്നാളിൽ നിന്ന് ഫാമിലി എന്റർടൈനർ റാഹത്തായിട്ട് തിയേറ്ററിൽ ബുക്ക് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് റമദാൻ പോലും തീർന്നിട്ടില്ല, അതിന് മുമ്പ് പെരുന്നാളിൽ നിന്ന് കയറി പോവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിമീങ്ങളല്ലേ പോകുന്നത്. അതുകൊണ്ടല്ലേ റിലീസിന്റെ പടങ്ങൾ പോലും വെള്ളിയാഴ്ച ദിവസം വന്നത്. റിലീസ് ഏറ്റവും കൂടുതൽ പിടിക്കും. പാവപ്പെട്ടവന് ഹജ്ജില്ല, പണക്കാരനല്ലേ ഹജ്ജുള്ളൂ. പാവപ്പെട്ടവന് ഹജ്ജില്ല, ഹജ്ജിന്റെ സീസൺ ആയത്. പാവപ്പെട്ടവൻ അവന്റെ ഹജ്ജ് ഏതാണ്? അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. അവന്റെ ഹജ്ജ് 5 രീതിയിലുണ്ട്. ഒന്ന് പാവപ്പെട്ടവൻ എങ്ങനെ ഉസ്താദെ ഹജ്ജ് ചെയ്യണ്ടേ? പണം വേണം, വഴിയാൽ സൗകര്യം വേണം, ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കണം. ഇതെല്ലാം ഒത്തണമെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. പാവപ്പെട്ടവൻ ഉസ്താദെ പൈസ ഇല്ല, ഫുലൂസ് മാഫി, എങ്ങനെ ഹജ്ജ് ചെയ്യാ? അവന്റെ ഹജ്ജ് ഏത്? الجمعة حج الفقراء والمساكين. പാവപ്പെട്ടവനെ ഫഖീറേ മിസ്കീനേ, നിന്റെ ഹജ്ജാണ് പരിശുദ്ധമായ ജുമഅ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിനക്ക് ഹജ്ജ് ഏത്? ജുമഅ. നീ എവിടെ പോകുന്നത്? നീ ജിമാഇന്റെ പടം കാണാൻ വേണ്ടി റാഹത്തായിട്ട് വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട്. അല്ലാഹു ആകട്ടെ. ജുമാ ഇല്ല, ജുമാ ഉള്ളൂ. അല്ലാഹു ആകട്ടെ. അല്ലാഹു ആദരിക്കട്ടെ. നടക്കുന്ന സംഗതി ജുമാ കളഞ്ഞിട്ട് വേറെ പോരി. സംഭവം കിസറായി പോയി. സമൂഹത്തിൽ നടക്കുന്നതാണത്. ജുമാ നഷ്ടപ്പെടുത്തി, ഹജ്ജ് നഷ്ടപ്പെടുത്തി, വേറെ പരിപാടിക്ക് പാവപ്പെട്ടവൻ ഉസ്താദേ എന്താ ചെയ്യേണ്ടത്? നീ കറക്റ്റ് ജുമായ്ക്ക് പോയാൽ നിന്റെ ഹജ്ജ് അതായിരുന്നു. നീ ആ ഹജ്ജ് കളഞ്ഞു വിളിച്ചു. പരിശുദ്ധമായ ജുമഅയുടെ സുദിനത്തിൽ റിലീസിന്റെ പടങ്ങൾ തേടി പോകുന്ന മുസ്ലിം സഹോദരങ്ങളിലെ, ചെറുപ്പക്കാരിലെ, സഹോദരിമാരിലെ അതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ റിലീസിന്റെ പടവും ഒന്നില്ലെങ്കിൽ പെരുന്നാളിന്, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. എന്താ അങ്ങനെ വെള്ളിയാഴ്ച വെച്ച്? നമ്മുടെ മേത്തന്മാര് വരണം, ജുമാ പോയി, വേറെ പരിപാടിയാണ്. ഹജ്ജ് അങ്ങ് പോവാണ്. ജുമാ പോയെന്ന് പറഞ്ഞാൽ ഹജ്ജ് പോയി. അൽ ജുമഅതു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. നിനക്ക് ഹജ്ജിന്റെ കൂലി കിട്ടുന്നതായ ഒരു പരിപാടി അതായിരുന്നു ജുമഅ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സാധാ ഈ വർഷം ഹജ്ജിന് പോകാൻ പറ്റിയില്ല, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. എന്നാ നിനക്കുള്ളതാകുന്ന ഹജ്ജ് ജുമഅയാണ് നിന്റെ ഹജ്ജ്. 5 വഖത്ത് നമസ്കാരം നിനക്കുള്ള ഹജ്ജ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ല ഹദീസ് വേറൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. ശ്രദ്ധിച്ചോ, വെറുതെ പറയല്ല. من تطهر من بيته ثم خرج لأداء صلاة مكتوبة فأجره مثل الحاج المحرم. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്,
5 വഖത്ത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന മനുഷ്യ, ചെറുപ്പക്കാരാ സഹോദരാ, ലിഅദാഇ സ്വലാത്തി മക്തൂബ ഫഅജ്റുഹു മിസ്ലുൽ ഹാജിൽ മുഹ്രിമീ. ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന്റെ കൂലിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി എന്താ വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് പോവാൻ. എന്തിന്? ഫർളാക്കപ്പെട്ട നമസ്കാരം നിർവഹിക്കാൻ. പാവപ്പെട്ടവൻ നിനക്ക് എന്ത് കിട്ടുക? ഹജ്ജിന്റെ കൂലിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മനസ്സിലായി? ആരോടായി പറയുന്നത്? ഫുലൂസ് മാഫി ഖൗമിനോടായി പറയുന്നത്. പൈസ ഇല്ല ഉസ്താദേ, പക്ഷെ പോകാൻ ഭയങ്കര കൊതിയായിരുന്നു ഹജ്ജിന്. നീ നാട്ടിൽ തന്നെ ഇരുന്നാൽ നിനക്ക് കുറെ ഹജ്ജിന്റെ കൂലിയുണ്ട്, ഹജ്ജ് നിനക്ക് നേടിയെടുക്കാം. അതിനാണ് പറഞ്ഞത് ഒന്ന് ജുമുഅ, 2 5 വഖത്ത് നമസ്കാരം, 5 വഖത്ത് നമസ്കാരം, ഫർളായ നമസ്കാരം. ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തത്, റമളാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അമല് ഇന്നും സമൂഹം നിലനിർത്തി പോരുന്ന ഒരു അമലുണ്ട്. ഏതാണെന്നറിയാം? റമളാനിൽ നമ്മൾ കൃത്യമായി നിലനിർത്തി പോരുകയും ഇപ്പോഴും കൃത്യമായി നിലനിർത്തി പോരുകയും ചെയ്യുന്നതായ ഒരു അമലുണ്ട്. ഏതാണത്? സുബൈ കഴിഞ്ഞുള്ള ഉറക്കം. കറക്റ്റായിട്ട് റമളാൻ കഴിഞ്ഞിട്ട് ഇതുവരെ അത് വിട്ടിട്ടില്ല. റമളാനി ചെയ്ത ആകെയുള്ള ഒരു അമലാണ് കറക്റ്റായിട്ട്. അത് മുടക്കിയിട്ടുമില്ല. തറാവീഹൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ട്, ഖുർആനോത്തും മുടങ്ങിയിട്ടുണ്ട്. ഈ സുബൈ കഴിഞ്ഞുള്ള ഉറക്കം മുടങ്ങാൻ പാടില്ല. അത് കൃത്യമായിട്ട് ഇപ്പോഴും ചെയ്തു പോരുന്ന ചില ആളുകൾ. സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല. ഉദയത്തിന് ശേഷമേ അങ്ങനെ അത്ര ക്ഷീണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പാടില്ല. സ്വയം സ്കരിച്ചിട്ട് അങ്ങനെ വേഗം ഉറങ്ങാൻ പാടില്ല. ഏറ്റവും നല്ല സമയമാണ്. എന്താണത്? ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. തഴവാസ്താദിന്റെ ബൈത്താണ്. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ എപ്പോ ഉറങ്ങിക്കണോ? സുബൈ കഴിഞ്ഞ് ഉറങ്ങണം. ബറക്കത്ത് വേണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കും? ആരെങ്കിലും ഉണ്ടോ? ഒരാളും ഉണ്ടാവില്ല. ബറക്കത്ത് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകും. യുവതലമുറ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഇത്. നമ്മുടെ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹത്തിൽ യുവാക്കളിൽ യുവതികളിൽ ഏറ്റവും പ്രശ്നം ഉടലെടുക്കുന്ന ഒരു സംഭവം എന്താ? പാതിരാത്രി സമയം വരെ ഇന്റർനെറ്റും മൊബൈലും ആയിട്ടെങ്കിലും പിന്നെ ഒരു 3 മണിയാകുമ്പോൾ ഒന്ന് കടന്നാൽ പിന്നെ സുബഹിയില്ല, ഉദയമില്ല, ഒന്നുമില്ല. പിന്നെ ഒരു 8-8:30 ആകുമ്പോഴേക്കും ബറക്കത്താക്കപ്പെട്ട സർവ്വസമയം പോയി. സുബ്ഹാനല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി. അല്ലാഹുവേ പടച്ചറബേ, എന്റെ സമുദായത്തിന് ബറക്കത്ത് ചൊരിയണേ. ഫീ ബുകൂരിഹാ, അവരുടെ പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. പ്രഭാതത്തിൽ ബറക്കത്ത് ചൊരിയണേ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ വേളയിൽ മുസ്ലിമേ നീയോ ഉറക്കമാണ്. എവിടെന്നാണടാ ബറക്കത്ത് ലഭിക്കുക? ഏത് രീതിയിലാണ് നിനക്കും നിന്റെ കുടുംബത്തിലും ബറക്കത്ത് ഉണ്ടാവുക? ഉസ്താദേ, എന്റെ മകൻ ഇതുവരെ പാസ്സായിട്ടില്ല. ഉസ്താദേ, എത്രയോ എക്സാമുകളാണ്, PSC ടെസ്റ്റുകളാണ് അവൻ എഴുതിയത്. അവൻ എഞ്ചിനീയറെ പാസ്സായവനാണ്, അവന് നല്ല രീതിയിൽ പഠിച്ചവനാണ്, ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല. രാവിലെ സുബൈ കഴിഞ്ഞിട്ട് പോത്തുപോലെ ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കളെ, ഒരിക്കലും ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയിന് നീ പാത്രീഭൂതനാകണമെങ്കിൽ ആ സുബൈക്ക് ശേഷമുള്ള സമയം ദിക്റിലായി കൂടണേ.